പിതാക്കൾക്ക് നിങ്ങളോട് സന്തോഷമുണ്ടോ? അള്ളാഹു നിങ്ങളോട് സന്തോഷത്തിലാണ്. മാതാപിതാക്കൾക്ക് നിങ്ങളോട് വെറുപ്പുണ്ടോ? എങ്കിൽ അള്ളാഹു നിങ്ങളോട് വെറുപ്പിലാണ് എന്ന് പറയുന്ന ഹദീസാണ്. അത് പറയുമ്പോൾ പെട്ടെന്ന് ചിലർക്ക് പഠിച്ചോനെ എൻ്റെ ഉമ്മ വാപ്പ ഭയങ്കര പ്രശ്നക്കാരാണല്ലോ, ഇനി പോലും ഇപ്പം എന്നോട് ദേഷ്യം വെറുതെ ദേഷ്യപ്പെടുന്നുണ്ട്, അതൊക്കെ ഇതിൽ പെടുമോ? അത് പെടൂലട്ടാ, അത് പെടൂല. നീതിയുക്തമായി ജീവിക്കുന്ന ഒരു ഉമ്മയും വാപ്പയാണ്. നന്മയെ നന്മയായും തിന്മയെ തിന്മയായും മക്കളെ നീതിയുടെ കണ്ണുകൊണ്ടും കാണാൻ കഴിയുന്നൊരു മാതാവും പിതാവും. അവരെ നിങ്ങൾ വേദനിപ്പിച്ച് വിഷമിപ്പിച്ചു, അത് അള്ളാഹുവിൻ്റെ കോപം കിട്ടാൻ കാരണമാണ്. അവരെ സന്തോഷിപ്പിച്ചു, അള്ളാഹുവിൻ്റെ സന്തോഷം കിട്ടാൻ കാരണമാണ്. ഞാൻ സ്വന്തം മക്കളോട് ദേഷ്യമുള്ള മാതാപിതാക്കളുടെ സങ്കടം വരെ, ഇന്നലെ സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഒരാൾ കുറച്ച് നേരം സംസാരിക്കട്ടെ, വണ്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വണ്ടിയിലിരുത്ത്. എന്താ പ്രശ്നം? സ്വന്തം ഉമ്മ മരോൾക്ക് വെല്ലുവിളി കൊടുത്തതാ. മരുമകൾ സ്വന്തം മകൻ്റെ ഭാര്യയല്ലേ, സ്വന്തം മകൻ്റെ ഭാര്യയ്ക്ക് വെല്ലുവിളി. അവളുടെ വീട് പണി നടക്കുന്നുണ്ട്, ഈ മകനാ കുടുംബം നോക്കുന്നത്. അപ്പോൾ ഓക്ക് വീട് പണി എന്നല്ല, ഓക്ക് ഞാൻ 3 കൂടി കഫംപൊടിയാണ് ഒരുക്കി വെച്ചത്. എന്നിട്ട് ഈ സാധു പെണ്ണിന് പൈശാചികമായ ഒരുപാട് അസുഖങ്ങൾ, പച്ച സിഹർ ചെയ്യുന്നുണ്ട്, മാരണം ചെയ്യുന്നുണ്ട്, ഡോക്ടർമാർക്ക് പിടുത്തം കിട്ടുന്നില്ല, ശരീരമാകെ ബ്ലീഡിങ്ങും പ്രശ്നങ്ങളുമായിട്ട് ഡോക്ടർമാർ ഒരു നിലക്ക് നോക്കി കിട്ടണില്ല. അങ്ങനെ ഈ ഒരു സിഹറിൻ്റെ ചികിത്സ ചെയ്തപ്പോഴാണ് സംഗതി ശരിയായത്. അപ്പോൾ ഉമ്മ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വെല്ലുവിളിക്കാറുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാൻ. ഞാൻ ചോദിക്കാം, ഉമ്മ നിങ്ങൾ എന്തിനാ പിന്നെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്? ആ പെൺകുട്ടീൻ്റെ ജീവിതം നശിപ്പിക്കാൻ എന്തിനാ ഈ പോര്? സ്വന്തം മകൻ്റെ ഭാര്യയെ സ്വന്തം മകളായിട്ട് കാണാൻ കഴിയൂലെങ്കിൽ നിങ്ങളെ മക്കളെ കൊണ്ടൊന്നും കല്യാണം കഴിപ്പിക്കേണ്ടെങ്കിൽ എന്തിനാ വെറുതെ ചില കുട്ടികളുടെ ജീവിതം നരകതുല്യമാക്കുന്നത്? ഇങ്ങനത്തെ ഉമ്മാരും അങ്ങനത്തെ ചില ആളുകളും നാട്ടിലുണ്ട് എന്ന് പറയാതെ വയ്യ. എല്ലാ ഉമ്മാരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. സ്വന്തം മക്കളോട് വൈരാഗ്യം വെക്കുന്ന, അല്ലെങ്കിൽ മക്കൾക്ക് തുല്യ ഈ ഉമ്മാക്ക് അസുഖമായി കിടന്ന ബാത്റൂമിൽ എടുത്ത് കൊണ്ടുപോയി വിസർജ്യം കഴുകി കൊടുക്കേണ്ട ആളാണ് ഒരുപക്ഷെ ഈ മകൻ്റെ ഭാര്യ, അല്ലേ? അങ്ങനെ ചെയ്യൂലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അവർക്ക് ഉമ്മയല്ലേ? അപ്പോൾ ഈ കുട്ടി പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാ. ഓൾ അത്ര ഉഷാറാവണ്ട, ഓൾക്കിപ്പോൾ പേരും കൂടി ഒന്നും ആവണ്ട. എന്നിട്ട് ആ പെൺകുട്ടി മയ്യത്തായി കിടക്കുക. എന്താ അസുഖം എന്ന് പിടുത്തം കിട്ടണില്ല. പിന്നെയാണ് അവസാനം തെളിഞ്ഞത്. അപ്പോൾ ആലോചിച്ച് നോക്കി, അതൊന്നും ഈ പറഞ്ഞതിൽ പെടൂല കേട്ടോ. ഉമ്മാൻ്റെ ദേഷ്യം കൊണ്ട് അള്ളാൻ്റെ ദേഷ്യം ഉണ്ടാവും, അതൊന്നും പെടൂല. ആ ഉമ്മാക്ക് അള്ളാൻ്റെ ദേഷ്യം ഉണ്ടാവും അവിടെ. അങ്ങനെയാണ്. നീതിയുക്തമായി പെരുമാറണം, മക്കളോട് നീതിയോടുകൂടെ കാണണം, അവരെ സ്നേഹിക്കണം. മക്കളാണ്. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൽ ഒരു പിശുക്കും മക്കളോട് തോന്നാൻ പാടില്ല. നല്ല നിലയ്ക്ക് ജീവിക്കുന്ന മാതാവിനെയും പിതാവിനെയും അവർക്ക് അനിഷ്ടങ്ങൾ വരുത്തിയവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു നമ്മളോട് ദേഷ്യപ്പെടും.